പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കഫ്താൻ നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ്. സ്റ്റിച്ചിങ് ഒട്ടും അറിയാത്തവർക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ കഫ്താൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണിച്ചിട്ടുള്ളത്. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 290ൻ്റെ നൈറ്റി ബിറ്റാണ്. എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് തുണി എങ്ങനെയാണ് മടക്കിയിടുന്നതെന്ന് ഞാൻ ആദ്യം പേപ്പറിലൊന്ന് കാണിച്ചു തരാം. ആദ്യം വീതി ഭാഗം 2ആയി മടക്കി എടുക്കുക. എന്നിട്ട് നീളത്തിലുള്ള ഭാഗം കൂടി ഇതുപോലെ മടക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം മുകളിൽ മടക്കുവശമായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെയും 2 മടക്കുവശങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. കഴുത്തിൻ്റെ ഭാഗം കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് തുണിയെ ഇതുപോലെ മടക്കി എടുക്കുന്നത്. പേപ്പറിൽ കാണിച്ച അതേ രീതിയിൽ തന്നെ മെറ്റീരിയലും ഞാനിവിടെ മടക്കി എടുത്തിട്ടുണ്ട്. കഴുത്തിൻ്റെ അകലം ഞാൻ എടുത്തിരിക്കുന്നത് 3 ഇഞ്ചാണ്. പിന്നെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം 3.5 ഇഞ്ചും ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 5.5 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിനെ ഒരു ബോക്സ് ആക്കി വരച്ചെടുക്കുന്നുണ്ട്. ബാക്ക് നെക്കിന് ഞാൻ റൗണ്ട് ഷേപ്പാണ് കൊടുക്കുന്നത്. ഫ്രണ്ട് നെക്കിന് ചെറിയൊരു വി ഷേപ്പും കൊടുക്കുന്നുണ്ട്. ഷോൾഡർ ഞാനിവിടെ 7 ഇഞ്ചാണ് എടുക്കുന്നത്. സാധാരണ നമ്മൾ ഷോൾഡർ എടുക്കുന്ന അതേ അളവാണ് ആം ഹോളിൻ്റെ ഭാഗത്തും എടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ ആം ഹോളിൻ്റെ ഭാഗത്ത് 7 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി കൂട്ടി 8 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ 8 ഇഞ്ചിലാണ് നമ്മുടെ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. എനിക്കിവിടെ ചെസ്റ്റ് റൗണ്ട് വേണ്ടത് 40 ഇഞ്ചാണ്. അതിൻ്റെ 4/1 10 ഇഞ്ചും അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി ചേർത്ത് 11 ഇഞ്ചാണ് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. സ്ലീവ് റൗണ്ട് എത്ര ഇഞ്ചാണോ വേണ്ടത് അത് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുക്കുന്നത് 7 ഇഞ്ചാണ്. പിന്നെ ഇവിടെ വെയ്സ്റ്റ് ലെങ്ത് എത്ര ഇഞ്ചാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 14 ഇഞ്ചിലാണ് നമ്മുടെ ഷേപ്പിൻ്റെ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ചെസ്റ്റിൻ്റെ ഭാഗത്തെടുത്ത അതേ അളവ് 11 ഇഞ്ച് തന്നെയാണ് ഞാൻ ഇവിടെയും എടുക്കുന്നത്. ഞാനിവിടെ 14 ഇഞ്ചിൽ ഷേപ്പ് ചെയ്തെടുക്കാതെ വള്ളി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഷേപ്പ് ചെയ്തെടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. ആദ്യം സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചെടുക്കാം. എന്നിട്ട് സ്ലീവിൻ്റെ ഭാഗത്തേക്ക് ചെറിയൊരു ഷേപ്പ് കൊടുത്ത് ഇതുപോലെയാണ് നമ്മൾ വരച്ചെടുക്കേണ്ടത്. എന്നിട്ട് ഈ ലൈനിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതും. ഇവിടെ നമ്മുടെ വെയ്സ്റ്റ് റൗണ്ട് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്നത് 5.5 ഇഞ്ചാണ്. അതിൽ 1 ഇഞ്ച് സ്ലീവിൻ്റെ ഭാഗത്ത് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കും. ബാക്കി വരുന്നത് 4.5 ഇഞ്ചാണ്. ഇതേ അളവ് നമുക്ക് താഴറ്റം വരെ കൊടുക്കാൻ പറ്റില്ല. നൈറ്റിയുടെ വണ്ണം കുറഞ്ഞു പോവും. അപ്പോൾ നമുക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് താഴേക്ക് ചെല്ലും തോറും 3 ഇഞ്ച് കിട്ടത്തക്ക രീതിയിലാണ് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് ജോയിൻ്റ് ചെയ്തെടുക്കുന്നത്. നമുക്കിവിടെ നൈറ്റിക്ക് എത്ര ഇഞ്ചാണോ ഇറക്കം വേണ്ടത് അതിൻ്റെ കൂടെ 1 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്യാനും കൂടി ഇട്ടിട്ടാണ് നമ്മളിവിടെ ഇറക്കം എടുക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് 1.5 ഇഞ്ച് മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലൊരു ഷേപ്പ് വരച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇവിടെ മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ള 1 ഇഞ്ച് വിട്ട് 10 ഇഞ്ച് ഓപ്പൺ കൊടുത്തിട്ടാണ് ഞാൻ ഈ കഫ്താൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇവിടെ വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തേണ്ടത്. ഈ വെയ്സ്റ്റിൻ്റെ ഭാഗത്ത് വള്ളി ഇടാനുള്ള പടി നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ഈ മെയിൻ സ്റ്റിച്ചിനേക്കാളും 1.5 ഇഞ്ച് അകത്തേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ പടി വെച്ച് കൊടുക്കേണ്ടത്. ഈ കഫ്താനിൽ പ്രധാനമായിട്ടും കട്ടിങ് വരുന്നത് നെക്കിൻ്റെ ഭാഗത്താണ്. ബാക്കും ഫ്രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പാർട്ട് മാറ്റിയിട്ട് വേണം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഷോൾഡറിൻ്റെ ഭാഗത്ത് കട്ടിങ് വരാത്തതുകൊണ്ട് ഷോൾഡറിൻ്റെ ഭാഗം അറിയാൻ വേണ്ടി നമുക്കിവിടെ ചെറിയൊരു മാർക്കിംഗ് കൊടുക്കാം. ക്രോസ് പീസ് വെച്ചാണ് ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ആദ്യം ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം നെക്കിൻ്റെ ഭാഗത്ത് വെച്ച് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഫുള്ളായിട്ടും ചെറിയ കട്ടിങ് ഇട്ട് കൊടുത്ത് അകവശത്തേക്ക് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വെയ്സ്റ്റിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് വള്ളി കോർത്തെടുക്കാൻ വേണ്ടിയിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ഞാൻ ചെറിയൊരു പീസ് തുണി എടുത്തിട്ട് ഏത് ഷേപ്പിലാണോ നമുക്ക് ഹോള് വേണ്ടത് ആ ഒരു ഷേപ്പിൽ വരച്ചെടുക്കാം. എന്നിട്ട് ഈ സെൻറ്റർ ഭാഗത്തായിട്ട് വെച്ച് വരച്ച അതേ ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ആ സ്റ്റിച്ചിൽ തട്ടാതെ കട്ടിങ് കൊടുത്ത് അകത്തേക്ക് മറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത്. ഇതിൻ്റെ നല്ല ഭാഗത്തായിട്ട് ഒരു സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കുമ്പം ഹോൾ റെഡിയായി കിട്ടും. ഇനി ഈ പടി വെച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗത്ത് സെൻറ്റർ ഭാഗത്ത് നിന്നും 2 സൈഡിലേക്കും 10 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. 2 സൈഡിലും വരച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ 2 പീസ് തുണികൾ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ 2 സൈഡ് ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഈ ലൈനിന് മുകളിൽ വെച്ചിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി.
അങ്ങനെ രണ്ട് സൈഡിലും പടി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഹോളിലൂടെയാണ് നമ്മൾ വള്ളി കടത്തിയെടുക്കുന്നത്. നൈറ്റിയുടെ സ്ലീവിൻ്റെ ഭാഗത്ത് തുണിയുടെ കരവശമാണ് വരുന്നത്. അതുകൊണ്ട് അവിടെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഞാനിവിടെ സ്ലീവിൻ്റെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടി 1/2 ഇഞ്ച് വീതം 2 പ്രാവശ്യം മടക്കി വെച്ച് ഫുള്ളായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയാണ് കഫ്താൻ്റെ മെയിൻ സ്റ്റിച്ച് വരുന്നത്. സ്ലീവിൻ്റെ ഭാഗം മുതൽ നമ്മൾ ആദ്യം വരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ലൈനിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല ഭാഗത്തു കൂടിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. എവിടം വരെയാണോ നമുക്ക് ഓപ്പൺ വേണ്ടത് ആ ഒരു ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ തന്നെ ഈ സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ബോട്ടം ഭാഗം കൂടി 1/2 ഇഞ്ച് വീതം 2 പ്രാവശ്യം മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കഫ്താൻ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. 2-3 കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് അളവും കാര്യങ്ങളും ഒന്നുമില്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സാണ് കഫ്താൻ. ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത 2 കഫ്താൻ ടോപ്പിൻ്റെ വീഡിയോസ് ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കയറി കാണണേ. ഇനി ഇതിൽ വള്ളി കൂടെ കോർത്തെടുത്താൽ മതി. ഫ്രണ്ടിൽ നമ്മൾ ആ ഹോൾ ഇട്ടിരിക്കുന്ന ഭാഗത്തു കൂടിയാണ് വള്ളി കടത്തിയെടുക്കേണ്ടത്. എന്നിട്ട് അകവശത്ത് ഫ്രണ്ടും ബാക്കും ഇതുപോലെ കോർത്തെടുക്കുക. ഇവിടെയാണ് നമ്മൾ 1.5 ഇഞ്ച് സ്പേസ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഭാഗത്തു കൂടിയാണ് കോർത്തെടുക്കേണ്ടത്. കഫ്താനിൽ വള്ളി ഇടുന്നത് എങ്ങനെയാണെന്ന് പലരും ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറഞ്ഞത്. അങ്ങനെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.